ചങ്ങായിമാരെ നമുക്കിന്ന് കിറ്റക്സിന്റെ മുതലാളിയായ ജെട്ടി സാബു പറയുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ കേട്ടാലോ. നമ്മളെ സാബുകൊണ്ടല്ല ഡോളറിന്റെ വില കൂടുന്നതിനെ കുറിച്ചും നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ കുറിച്ചും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മളെ മോഡിജി ട്രംപ് പറയുന്ന കരാറിലെല്ലാം ഒപ്പിടുന്നുണ്ടല്ലോ. ആ ഒപ്പിടുന്നതൊക്കെ എന്തിനാണെന്നും കൂടി നമ്മുടെ ജെട്ടി സാബു കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഈ വിശദീകരണം കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾ പുതിയതായിട്ട് സംഖ്യ കഴിഞ്ഞാൽ അയാൾ എത്രമാത്രം പൊട്ടലും എത്രമാത്രം മന്ദബുദ്ധിയാകുമെന്ന്. അതുകൊണ്ട് നമ്മളുണ്ടല്ലോ മലയാളികൾ ജെട്ടി സാബുവിനെ പോലെ ആൾക്കാരോട് നന്ദി പറയാൻ വേണ്ടേ. കാരണം ഉണ്ടല്ല ഇവര് തെളിയിക്കുകയാണ്, നമ്മളെ മുന്നിൽ തെളിയിച്ചു തരികയാണ്. ഒരാൾ സംഖ്യ കഴിഞ്ഞാൽ സംഖ്യയല്ല ആകുന്നത്, അയാൾ പൊട്ടനാണ് ആകുന്നത് ഇയാൾ തെളിയിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഞാൻ ഈ കാണിച്ചു തരുന്ന വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ജെട്ടി സാബു വൻ പൊട്ടത്തരം പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന നമ്മളെ ചന്ദ്രശേഖര മുതലാളിയില്ലേ മൂപ്പറുണ്ടല്ല കുബേർ കുഞ്ചി തലയാട്ടും പോലെ ഇങ്ങനെ കുറെ സമയം തലയാട്ടുന്നുണ്ട്. ആ തലയാട്ട് നിങ്ങൾ കാണണം. നമുക്ക് എന്തായാലും ജെട്ടി സാബുവിന്റെ പൊട്ടത്തരങ്ങൾ കേട്ടാലോ. അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മൂല്യം, അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത്. എനിക്ക് ജെട്ടി സാബുവിന്റെ പൊട്ടത്തരത്തെക്കാൾ ചിരി വന്നെന്നറിയാം. നമ്മൾ കുബേർ കുഞ്ചു മുതലാളിന്റെ തലയാട്ടിൽ കാണുന്നില്ലേ, ആ തലയാട്ടിൽ കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നത്. പിന്നെ നമ്മളെ സാബു ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കേട്ടാ, നമ്മളെ പ്രധാനമന്ത്രി ട്രംപിന്റെ മുന്നിൽ മുട്ടുകുത്തിയില്ലാന്ന്. എന്റെ സാബു ചേട്ടൻ നമ്മളെ പ്രധാനമന്ത്രി ഉണ്ടല്ല ട്രംപിന്റെ മുന്നിൽ മുട്ടുകുത്തിയും മുട്ടുകുത്താതെയും ഉണ്ടല്ല ഇസ്രായേലിൽ പോയിട്ട് നൃത്യങ്ങൾ നടത്തിനി. ആ സംഭവം നമ്മുടെ എൻസ്റ്റീൻ ഫയലിൽ വന്നിട്ടുണ്ട് എന്റെ സാബു ചേട്ടാ. പിന്നെ സാബുജി നീ പറഞ്ഞു മോദിജി എക്സ്പോർട്ടേഴ്സിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് ആരാണെന്നറിയാം, ആർക്ക് വേണ്ടിയിട്ടാണ് മോദിജി ഒപ്പിട്ടെന്നറിയാം. ഒരേ ഒരാൾ, വൺ ആൻഡ് ഓൺലി അദാനിജിക്ക് വേണ്ടിയാണ് നമ്മളെ പ്രധാനമന്ത്രി ഉണ്ടല്ല ഒന്നും നോക്കാതെ ഏതൊക്കെ കരാറിലാണോ ആ കരാറിലൊക്കെ ഒപ്പുവെച്ചത്. നമുക്കിനി ജെട്ടി സാബുവിന്റെ അടുത്ത മനോഹരമായ പൊട്ടത്തരം കെട്ടിച്ചു വരാം. നമ്മൾ ആര് പറഞ്ഞു, അല്ലെങ്കിൽ ആരാണ് ആദ്യം സംസാരിച്ചത്? ആരെങ്കിലും ഒരാൾ സംസാരിച്ചില്ലേ പറ്റുള്ളൂ. നമ്മൾ ആരുടെ മുന്നിലാണ് മുട്ടുമടക്കിയത്? ഇന്നോടാണ് വിളിച്ചു പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്തത്. ഇവിടത്തെ പ്രസക്തി, ഈ കരാറ് കൊണ്ട് ഈ നാടിന് ഇന്ത്യക്ക് എന്ത് ഗുണമുണ്ടായി? സാബു നീ തന്നെ പറ, സാധാരണ ഇന്ത്യക്കാർക്കുണ്ടായ ഒരു ഉപകാരം, ഒറ്റൊരു ഉപകാരം താനെന്ന് പറഞ്ഞാട്ട്. നിനക്ക് പറയാണ്ടല്ലോ ഒരൊറ്റ ഉപകാരം, അങ്ങനെ ഒരു ഒറ്റ ഉപകാരം പറയാനുണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ അദാനിജിക്ക് വേണ്ടി നമ്മൾ മോഡി ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 പേജല്ല, 10 പേജല്ല, 100 പേജല്ല, 1000മല്ല, 10,000മല്ല, അതിൽ കഴിഞ്ഞിട്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്തിനെങ്കിലും ഒപ്പിടുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്ക് വേണ്ടി, അത് നമ്മുടെ അദാനിജിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ സാബു പറഞ്ഞു പ്രധാനമന്ത്രി ഇങ്ങോട്ട് വിളിച്ചതല്ല അങ്ങോട്ട് വിളിച്ചാണ്. ഇങ്ങോട്ടല്ല അങ്ങോട്ടാണെന്നുണ്ടല്ലോ ഒരു വിളി കേൾക്കുമ്പോഴത്തേക്ക് പേടിച്ച് മുട്ട് പറക്കുന്നതിനും കാട്ടി നല്ലതുണ്ടല്ല നമ്മൾ ഇറാൻ ചെയ്യുന്ന പോലെ തന്റെ ഇടത്തോടെ തോക്കുമെങ്കിലും ജയിക്കുമെങ്കിലും ഒരു പേടിയില്ലാതെ തന്റെ ഇടത്തോടെ പോയിത്തണം. അതാണ് വേണ്ടത്. അല്ലാതെ അവര് ഭീഷണിപ്പെടുത്തുമ്പോഴേക്ക് എവിടെയൊക്കെയാണോ ഒപ്പിടേണ്ടത് അവിടെയൊക്കെ ഒപ്പിടുന്നതല്ല തന്റെയാണ് ജെട്ടി സാബു. പിന്നെ ജെട്ടി സാബു നിനക്കൊരു ധാരണയുണ്ട്, നമ്മൾ അദാനിജിക്ക് ചെയ്യുന്ന ഒരുപാട് ഉപകാരമുണ്ട്. അതുപോലത്തെ ഉപകാരം നിന്റെ ജെട്ടി കമ്പനിക്ക് ചെയ്യുന്നത് നീ അധികം പ്രതീക്ഷിക്കണ്ട കേട്ടോ. നമുക്ക് സാബുവിന്റെ അടുത്ത വിഡിത്ത പ്രതീക്ഷകൾ കേട്ടിട്ട് വന്നാലോ. അല്ലാതെ ആരാണ് ആദ്യം വിളിച്ചത്, ആരാണ് ഉച്ചത്തിൽ സംസാരിച്ചത്, ഇതൊന്നും പ്രസക്തിയില്ല. ഒന്നും സംഭവിക്കില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ 1 വർഷം മുമ്പേ മുട്ടുമടക്കി പ്രധാനമന്ത്രി മോഡിജി അവരുടെ കണ്ടീഷന് ഒപ്പിട്ടേനെ. എന്തുകൊണ്ട് 1 വർഷം പിടിച്ചു നിന്നു? ഇവിടുത്തെ കർഷകരെ രക്ഷിക്കണം, ഇവിടുത്തെ വ്യവസായികളെ രക്ഷിക്കണം, ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇത്രയുമൊക്കെ സഹിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ വ്യവസായികളെയൊക്കെ പോലെ ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ വന്നു. അതൊന്നും ജനങ്ങൾ അറിഞ്ഞില്ല. എന്റെ ജെട്ടി സാബു, ജനങ്ങൾ എന്തും കാരണമെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒപ്പിടണം, എന്നാ മാത്രമേ ജനങ്ങൾ അറിയൂ. അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തോണ്ടാണ് ജനങ്ങൾ ഒന്നും അറിയാതെ. എന്നിട്ട് നീ ഇപ്പൊ പാവപ്പെട്ട ജനങ്ങളെ കുറ്റം പറയുന്നത്. പിന്നെ നീ പറഞ്ഞു ഇടല്ല കൃഷിക്കാർക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. അത് സംഭവം ഉള്ളതാട്ടാ. പൈസ കൃഷി ചെയ്യുന്ന അദാനിയില്ലേ, പൈസ കൃഷി ചെയ്യുന്ന അദാനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. പിന്നെ നിന്നെ പോലുള്ള ജെട്ടിക്കുള്ളിൽ ചിപ്പ് വെച്ചിട്ട് കൃഷി നടത്തുന്നില്ലേ, ആ ടീമിനും ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞു പ്രധാനമന്ത്രി 1 വർഷം മുന്നെയാണ് മുട്ടുമടക്കിയെന്ന്. 1 വർഷം മുന്നേ ഒന്നല്ല ജെട്ടി സാബു പ്രധാനമന്ത്രി മുട്ടുമടക്കിയത്, പണ്ടേ മുട്ടുമടക്കിനി. പക്ഷെ നീ ഇപ്പൊ അറിഞ്ഞുള്ളൂ. കാരണം എന്താ പറയാ, ED വന്നപ്പോഴാണ് നീ മുട്ടുമടക്കിയത്, BJPന് മുന്നിൽ നീ മുട്ടുമടക്കിയത്. അതുകൊണ്ടാണ് പണ്ടേ മുട്ടുമടക്കിയ കാര്യം നീ അറിയാതെ പോയത്. ഇനി നമുക്ക് ജെട്ടി സാബുവിന്റെ അടുത്ത ആനമടത്തിലും കേട്ടിട്ട് വരാം. കൂടെ കുബേർക്കുഞ്ചിയുടെ തലയാട്ടിലും കാണാം. ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണത്. അപ്പോ അത്രമാത്രം സഹായങ്ങൾ ചെയ്ത് പിടിച്ചു നിന്നത് ഇവിടത്തെ കൃഷിക്കാരെ രക്ഷിക്കണം, ഇവിടുത്തെ വ്യവസായികളെ രക്ഷിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും സഹിച്ചതും ഇത്രയും കാലം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത്.
എന്നിട്ട് ജി സഹായിച്ച ആ കർഷകരുണ്ടല്ലോ, ആ കൃഷിക്കാരുണ്ടല്ലോ, ഡൽഹിയിൽ സമരത്തിലാണ്. കൊടും തണുപ്പിൽ ഡൽഹിയിൽ സമരത്തിലാണ്. ആ സമരത്തിനിടക്ക് എത്ര പാവപ്പെട്ട കൃഷിക്കാർ മരണപ്പെട്ടെന്ന് ജെട്ടി സാബുവിന് അറിയാം. നീ പാവപ്പെട്ട സാധാരണക്കാരായ കൃഷിക്കാർക്ക് എന്തുപകാരമാണ് ചെയ്തെന്ന് ഒന്ന് പറ സാബു. പിന്നെ നീ പറഞ്ഞിട്ട് വ്യവസായികൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു. നീ ഒരു സാധാരണ വ്യവസായിക്ക്, പാവപ്പെട്ട വ്യവസായിക്ക് എന്തുപകാരമാണ് ജി ചെയ്തെന്ന് അതും കൂടി ഒന്ന് പറ. വൻകിട വ്യവസായികൾ, അദാനിയെ പോലുള്ള വൻകിട വ്യവസായികൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ താഴേക്കിടയിലുള്ള സാധാരണ വ്യവസായിക്ക് ഒരു ഉപകാരം ജെട്ടി സാബു നിന്റെ ജി ചെയ്തിട്ടില്ല. പിന്നെ ജെട്ടി സാബു നീ ഉണ്ടല്ലോ അടുത്ത പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതുപോലുള്ള പൊട്ടത്തരം പറയുമ്പോ നിന്റെ അടുത്തിരിക്കുന്ന കുബേർക്കുഞ്ചി ഉണ്ടല്ല, കുബേർക്കുഞ്ചി മുതലോട് തലയാട്ടിൽ ലേശം കുറക്കാൻ പറ. ഇങ്ങനെ നീ പറഞ്ഞ പൊട്ടത്തരത്തിനല്ലോ മൂപ്പർ ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ മൂപ്പരുടെ തലയുണ്ടല്ല അത് ഉളുക്കി പോകും ജെട്ടി സാബു. ഇത് നമുക്ക് സംഗി സാബു അടുത്തതായിട്ട് പറഞ്ഞ അതിമനോഹരമായ പൊട്ടത്തരം കൂടി കേട്ടിട്ട് വരാം. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മൂല്യം, അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ, എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത്. ഇപ്പൊ ഈ തീരുമാനം വന്ന ഉടനെ തന്നെ 2 രൂപ മൂല്യം കൂടി. എന്തുകൊണ്ടത്? അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് എടുത്തൊരു നിലപാടാണത്. ഇത് ചൈനയും എടുത്തിട്ടുണ്ട്, കംബോഡിയയും എടുത്തിട്ടുണ്ട്, വിയറ്റ്നാമും എടുത്തിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് രൂപയെ ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വ്യവസായികളെ സംരക്ഷിക്കുന്ന ഒരു നയം. അതിലെന്താ തെറ്റ്? അത് നല്ലതല്ലേ? അത് എന്റെ ജെട്ടി സാബു നീ ചൈനയിലുണ്ടല്ല, ചൈനയൊന്നും ഈ സമ്പത്തിനടുക്ക് കൊണ്ടുവരാൻ നിൽക്കല്ലേ. ചൈനയെന്നുണ്ടല്ലോ ഒരിക്കലും അമേരിക്കന്റെ മുന്നിൽ മുട്ട് മടക്കിയിട്ടുമില്ല, പേടിച്ചിട്ടുമില്ല. നീ ഇപ്പൊ പൊന്തിച്ചു പറഞ്ഞ അമേരിക്ക ഉണ്ടല്ല, ട്രംപിന് ചൈനയൊന്നും ഒരു മണ്ണും പുണ്ണാക്കും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ജെട്ടി സാബുവെ. പിന്നെ നീ പറഞ്ഞു 2 രൂപ മൂല്യം കൂടിന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് നമ്മളെ പ്രധാന ജി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഡോളറുമായിട്ട് ഇന്ത്യയുടെ രൂപ ഉണ്ടല്ലോ, 2 വേണ്ട, ഒരു പൈസ കൂടി ഒന്ന് ഇന്ന് കാണിച്ചു തരുമോ? ജിയുടെ ഭരണത്തിലുണ്ടല്ല ഡോളറുമായിട്ട് രൂപയുടെ മൂല്യം ഉണ്ടല്ല താഴെ പോയിട്ടേ ഉള്ളൂ, താഴെ പോയിട്ടേ ഉള്ളൂ ജെട്ടി സാബു. പിന്നെ നീ പറഞ്ഞ വ്യവസായികളില്ലേ, നീയും നിന്റെ അടുത്ത് ഇരുന്നിട്ട് തലയാടുന്ന കുബേർ കുഞ്ചി മുതലാളി ഉണ്ടല്ല, ഈ രണ്ടാളുണ്ടല്ല ഇഡിയെ പേടിച്ച് നിങ്ങളുടെ വ്യവസായം വളരാൻ വേണ്ടിയിട്ടാണ് BJP പോയത്. കാരണം BJP പോയി കഴിഞ്ഞാൽ ഇഡിയെ പേടിക്കുമ്പോഴല്ല എന്ത് ഉടായ്പ നടത്താം. അതിനുവേണ്ടി മാത്രമാണ് നീയൊക്കെ BJP പോയതെന്ന് എല്ലാ മലയാളിക്കും അറിയാം എന്റെ ജെട്ടി സാബു. പിന്നെ ഒരിക്കൽ കൂടി ജെട്ടി സാറിനോട് ഞാൻ പറട്ടെ, ഈ പത്രസമ്മേളനം നടന്നത് ഇതുപോലൊരു പൊട്ടത്തര പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് മലയാളിക്കണ്ടല്ല സാബുജിയോട് ഒരുപാട് നന്ദിയുണ്ട് സാബുജി, നന്ദിയുണ്ട്. ഒരാള് BJP പോയി കഴിഞ്ഞാൽ, ഒരാൾ സംഖ്യയായി കഴിഞ്ഞാൽ എത്രമാത്രം മണ്ടനും എത്രമാത്രം പൊട്ടനുമാണെന്ന് നിങ്ങൾ വീണ്ടും മലയാളിയുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വിഡിത്തവും പൊട്ടത്തരവും മാത്രം പറഞ്ഞ ജെട്ടി സാബുജിക്കും അത് കേട്ട് അടുത്തിരുന്ന് തലയാട്ടുന്ന കുബേർ കുഞ്ചി മുതലാളിയില്ലേ, മുതലാളിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.